പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. 2 തിമോത്തിയോസ് 3 വാക്യം മുതൽ. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്ന് നിൽക്കുക. എന്നാൽ അവർ അധികം മുന്നോട്ട് പോവുകയില്ല. മേൽപ്പറഞ്ഞവരുടെ കാര്യത്തിലെന്ന പോലെ അവരുടെ മൗഢ്യം എല്ലാവർക്കും ബോധ്യമാകും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഇത് ഈ ഭക്തി അഭിനയിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നതാണ്. അവരുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. അവർ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെയായി ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മളിൽ കുടികൊള്ളണമെങ്കിൽ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. നമ്മളിൽ കളങ്കം പാടില്ല. നമ്മളിൽ കുരുട്ടുബുദ്ധി പാടില്ല. നമ്മൾ സത്യസന്ധരായിരിക്കണം. വചനാധിഷ്ഠിതമായി ജീവിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ ഓരോ വാക്കും നമ്മൾ ജീവിതത്തിൽ പകർത്തി ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ നിലനിൽക്കുന്നവരാകണം. അല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ ഈ പരിസയരുടെ പോലെ നീണ്ട പ്രാർത്ഥനകളും അഭിനയങ്ങളും ഒക്കെയായി നമ്മൾ മുന്നോട്ട് പോകും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഈ ഭക്തിയുടെ ബാഹ്യരൂപം മാത്രമണിഞ്ഞ് വേഷം കെട്ടുന്നവരിൽ നിന്ന് യഥാർത്ഥ വിശ്വാസി അകന്ന് നിൽക്കണം. എന്നാൽ അവർ അധികം മുന്നോട്ട് പോവുകയില്ല. മേൽപ്പറഞ്ഞവരുടെ കാര്യത്തിലെന്ന പോലെ അവരുടെ മൗഢ്യം എല്ലാവർക്കും മനസ്സിലാകും. നമുക്ക് കാണാം, പള്ളിയിലൊക്കെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു, എല്ലാ പരിപാടികളും അറ്റൻഡ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇന്നാൾ ഒരു ദിവസം അവിടെ ഞങ്ങളുടെ അടുത്തുള്ളൊരു പള്ളിയിൽ എനിക്കറിയാവുന്ന ഒരു ലേഡിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോയതാണ്. കുറച്ച് നേരത്തെ എത്തി, ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ സൈഡിൽ എന്തൊരു മീറ്റിംഗ് നടക്കുന്നു. ഏതോ ഭക്തസംഘടനയുടെ മീറ്റിംഗ് ആണ്. ആരും ഒരാൾ പ്രസംഗിക്കുന്നത് ഒരു ജാതി വിഘടനവാദമാണ് പ്രസംഗിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മൾ ഒരുമിച്ച് നിന്ന് നെഗോഷിയേറ്റ് ചെയ്യണം. നമ്മളുടെ ഇവിടുത്തെ ബൂത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് നമ്മൾ കൊടുത്തത്. ഇത് പള്ളിയിൽ പറയേണ്ട ആവശ്യം എന്താണ്? അവിടെയാണ് ഈ പറയുന്നത്, ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അവർ വേറെ അജണ്ടകൾ ദേവാലയങ്ങൾ വഴി നടപ്പാക്കാൻ ശ്രമിക്കും. ഇത്തരക്കാരെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് ഈ വചനത്തിലൂടെ, ഈ ലേഖനത്തിലൂടെ അപ്പസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ചുറ്റും അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും അതേസമയം അണലിപ്പാമ്പിനെ പോലെ നിങ്ങൾ അലേർട്ടുമായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് നമ്മളെ വഴിതെറ്റിക്കും. സദാ ജാഗരൂകരായിരിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.